സംഘടനാതലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നിർണായക AICC യോഗം അഹമ്മദാബാദിൽ അല്പസമയത്തിനകം വിശാല പ്രവർത്തക സമിതി യോഗം ചേരും. സംഘടനാ പ്രശ്നങ്ങളും ഇന്ത്യ സഖ്യത്തിലെ ഭിന്നതകളും ചർച്ചയാകും. 3000-ഓളം പേർ പങ്കെടുക്കുന്ന AICC സമ്മേളനം നാളെ സബർമതി തീരത്താണ് നടക്കുക. വഖഫ് വിഷയത്തിൽ പാർട്ടി നിലപാട് വിശദീകരിക്കുന്ന പ്രമേയവും പാസാക്കിയേക്കും. വിദേശത്ത് തുടരുന്ന AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി യോഗത്തിനെത്തില്ല. അഹമ്മദാബാദ് യോഗം ചരിത്രപരമെന്നും പാർട്ടി ശക്തിപ്പെടുത്താനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. പ്രത്യേകിച്ച് ഇന്ത്യ നേരിടുന്ന സാമ്പത്തികമായ ക്രൈസിസ്, ഈ ട്രംപിൻ്റെ പുതിയ നയങ്ങൾ, ടാരിഫിൽ ഇന്ത്യയുടെ മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ടാരിഫും ഉൾപ്പെടെയുള്ളത് ചർച്ച ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ്. അതിനൊപ്പം രാജ്യത്ത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു പൊതുവേദി കെട്ടിപ്പടുക്കാൻ കോൺഗ്രസ്സാണ് മുൻകൈ എടുക്കുന്നത്. ഇന്ത്യ അലയൻസിനെ കൂടുതൽ ശക്തിപ്പെടുത്താനും BJPക്കെതിരായിട്ടുള്ള പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുത്താനുമുള്ള നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരു പുതിയ ദിശാബോധം ഈ സമ്മേളനം നൽകും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. അത് പുലിമടയിൽ തന്നെ സമ്മേളനം നടക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് ജനങ്ങളും വളരെ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അഹമ്മദാബാദിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീനാഥ്, പാർട്ടിയെ താഴെത്തട്ടിൽ ശക്തിപ്പെടുത്തുക, പാർട്ടിക്കൊരു പുതുജീവൻ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി നടക്കുന്ന സമ്മേളനം അത് ഗുജറാത്തിലാണ് നടക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. നേരത്തെ രമേശ് ചെന്നിത്തലയൊക്കെ അത് ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ള നേതാക്കളടക്കം അവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്താണ് പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ? പ്രിയങ്ക ഗാന്ധിയുടെ അസാന്നിധ്യമുണ്ട്, അത് ചർച്ചയാവുന്ന സാഹചര്യവുമുണ്ട്. വിശദാംശങ്ങൾ ശ്രീനാഥ് ചന്ദ്രൻ. റീജിത്ത്, ഇപ്പോൾ നേതാക്കൾ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ്. അദ്ദേഹം ഇപ്പോൾ ഇങ്ങോട്ട് ഈ വേദിയിലേക്ക് എത്തുകയാണ്. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ സ്മാരകത്തിലാണ്, മെമ്മോറിയലാണ് ഈ പരിപാടി, ഈ യോഗം CWC യോഗം നടക്കുന്നത്. ഒരു വിശാല CWC ആണ്. അതായത് സാധാരണ CWC അംഗങ്ങൾക്ക് പുറമെ, പ്രവർത്തക സമിതി അംഗങ്ങൾക്ക് പുറമെ വിവിധ സംസ്ഥാനങ്ങളിലെ അധ്യക്ഷന്മാർ, നിയമസഭാ കക്ഷി നേതാക്കൾ, അങ്ങനെ വലിയ നിര നേതാക്കളുടെ ഒരു പങ്കാളിത്തം ഈ യോഗത്തിലുണ്ട്. ഏതാണ്ട് 200-ലധികം അംഗങ്ങളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത്. നാളെയാണ് ചരിത്രപരമായ AICC സമ്മേളനം അഹമ്മദാബാദിൽ വെച്ച് നടക്കാൻ പോകുന്നത്. സബർമതി തീരത്ത് വെച്ച് ആ യോഗം നടക്കുന്നു. 64 വർഷങ്ങൾക്ക് ശേഷമാണ്, അതായത് 1961 ഭാവ്നഗറിലാണ് ഏറ്റവും ഒടുവിൽ ഗുജറാത്തിൽ വെച്ച് ഒരു AICC സമ്മേളനം നടക്കുന്നത്. അതിനുശേഷം നടക്കുന്ന ഒരു സമ്മേളനം കോൺഗ്രസിൻ്റെ ഒരു ശക്തി പ്രകടനമാക്കി അത് മാറ്റാനുള്ള ശ്രമത്തിലാണ് ഏതായാലും പാർട്ടിയുള്ളത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട മുന്നോട്ടുള്ള യാത്രയിൽ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും എടുക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് സംഘടനാ തലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടത്, മാത്രമല്ല സംഘടനാ തലത്തിൽ അതിൻ്റെ ഒരു ഘടന, അതിൻ്റെ ശക്തി, അതിൻ്റെ അധികാര വികേന്ദ്രീകരണം എങ്ങനെ വേണം എന്ന കാര്യത്തിലടക്കം ചർച്ചയുണ്ടാകും. നേരത്തെ രാഹുൽ ഗാന്ധി അടക്കം ജില്ലാ അധ്യക്ഷന്മാർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതിനെക്കുറിച്ചൊക്കെ തന്നെ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് ആ തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല സഖ്യത്തിനുള്ളിൽ, കോൺഗ്രസിനൊപ്പമുള്ള ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഇപ്പോൾ ചില തർക്കങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് യോഗം ചേരുന്നില്ല എന്നതടക്കമുള്ള തർക്കങ്ങൾ പല സഖ്യകക്ഷികളും ഉന്നയിച്ചതാണ്. ആ കാര്യത്തിലടക്കം എന്ത് നയം മുന്നോട്ട് സ്വീകരിക്കണം എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു ചർച്ച ഈ ഘട്ടത്തിൽ ഇന്ന് ഇവിടെ നടക്കും. അങ്ങനെ പല കാര്യങ്ങളൊപ്പം പ്രിയങ്ക ഗാന്ധി ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അവർ വിദേശത്താണ്, അവർക്ക് മടങ്ങിയെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. എന്നാൽ പോലും പ്രിയങ്കയ്ക്ക് ഇനി വരുന്ന ഈ വർഷം അവസാനത്തോടെ പിന്നീട് തെരഞ്ഞെടുപ്പുകൾ, സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ നടക്കുകയും അങ്ങനെയെങ്കിൽ ചില സംസ്ഥാനങ്ങളുടെ ചുമതലയടക്കമുള്ള AICC ജനറൽ സെക്രട്ടറി എന്ന പദവിക്കപ്പുറത്തേക്ക് സ്പെസിഫിക്കായി പ്രത്യേകമായി ഏതെങ്കിലും ചുമതലകൾ നൽകേണ്ടത് ഉണ്ടെങ്കിൽ ആ തരത്തിലുള്ള ചർച്ചകൾ കൂടി ഇന്നത്തെ യോഗത്തിൽ നടക്കും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുക. അങ്ങനെ കോൺഗ്രസിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ഗുജറാത്ത് പോലൊരു ഇടം തെരഞ്ഞെടുത്തതും ശ്രദ്ധേയമാണ്. നരേന്ദ്രമോദിയുടെ തട്ടകം നിലവിൽ BJPയുടെ ശക്തി കേന്ദ്രമായി മാറിയ, ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായിരുന്ന ഗുജറാത്തിലേക്ക് അവർ വരുന്നു. മാത്രമല്ല മഹാത്മാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായി 100 വർഷങ്ങൾ തികയുന്ന വേളയാണ്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ 150-ാം ജന്മവാർഷികം നടക്കുന്ന സമയമാണ്. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ഈ വേദി, ഇങ്ങനൊരു വേദി തിരഞ്ഞെടുക്കുന്നതിൽ പോലും പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയിൽ പ്രതീക്ഷയോടെ വലിയ ചർച്ചകൾ പ്രതീക്ഷിക്കുന്നു. ഒപ്പം വഖഫ് അടക്കമുള്ള സമകാലിക വിഷയങ്ങൾ, നേരത്തെ രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ചപ്പോൾ ട്രംപിൻ്റെ പകരച്ചുങ്കം അടക്കമുള്ള വിഷയങ്ങളിൽ കൂടി കോൺഗ്രസിൻ്റെ ഒരു നിലപാട് എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു രൂപീകരണം ഈ ചർച്ചകളിൽ ഉണ്ടാകും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീജിത്ത്, ശ്രീനാഥ്, ചരിത്രപരമായൊരു സമ്മേളനമാണ് നേരത്തെ ശ്രീനാഥ് ചൂണ്ടിക്കാട്ടിയതുപോലെ. അതിന് ഈ നഗരത്തെ തന്നെ, ഗുജറാത്തിനെ തന്നെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. രാഹുൽ ഗാന്ധിയുടെയൊക്കെ ഫ്ലക്സുകളാൽ, കൊടികളാലൊക്കെ നിറയുന്നുണ്ട് നഗരം എന്നാണ് കാണാൻ കഴിയുന്ന കാഴ്ചകൾ. ഈ ചരിത്ര സമ്മേളനത്തെ വലിയ ആവേശത്തോടുകൂടി, വലിയ പ്രതീക്ഷയോടുകൂടി പ്രവർത്തകരും വിവിധയിടങ്ങളിൽ നിന്നുള്ള നേതാക്കളും ഒക്കെ സ്വീകരിക്കുന്നു. നഗരത്തിലൊക്കെ കാണാൻ കഴിയുന്ന കാഴ്ചകൾ എങ്ങനെയാണ് ശ്രീനാഥ്?
തീർച്ചയായും ഈ നഗരം ഏതായാലും ഈ യോഗത്തിന് വലിയ സ്വീകരണം ഒരുക്കുന്നുണ്ട്. അതിനുവേണ്ടി വിവിധ കമ്മിറ്റികളൊക്കെ രൂപീകരിച്ച് മാസങ്ങൾ നീണ്ട പ്രയത്നം അതിന് പുറകിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന ഘടകം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല സംസ്ഥാന ഘടകത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായ കൂറുമാറ്റം വല്ലാതെ വലച്ച ഒരു ഘടകമാണ് ഗുജറാത്തിലെ ഒരു സംസ്ഥാന ഘടകം. രാഹുൽ ഗാന്ധി പലവട്ടം സമീപകാലത്ത് ഇവിടെ വരികയും അതിനെക്കുറിച്ച് പ്രത്യേകമായി ഒപ്പം നിന്ന് കാലുവാരുന്ന ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകും, മുഖം നോക്കാതെ നടപടി ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞ് മുന്നറിയിപ്പ് നൽകിയതാണ്. അല്പസമയം മുമ്പാണ് ഞാൻ ജിഗ്നേഷ് മേവാനിയുമായി സംസാരിച്ചത്. സംസ്ഥാനത്തെ പ്രമുഖനായ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ. അദ്ദേഹവും ഈ കാര്യം എടുത്തു പറയുകയുണ്ടായി. പാർട്ടിക്കൊപ്പം നിന്ന് പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കഴിയാതെ BJPക്ക് വേണ്ടി പാർട്ടിക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളെ തെരഞ്ഞുപിടിച്ച് അവർക്കെതിരെ നടപടിയുണ്ടാകും. ഇതൊരു നവീകരണത്തിൻ്റെ കാലമാണ് എന്ന് ജിഗ്നേഷ് മേവാനി അടക്കമുള്ളവർ പറയുമ്പോൾ കോൺഗ്രസ് ഈ യോഗത്തെ ആ തരത്തിൽ കൂടി കാണുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം പവൻ ഖേര പറഞ്ഞ വാക്കുകൾ കൂടി കടമെടുത്തെന്ന് സംസാരിക്കാം. അദ്ദേഹം പറയുന്നത് സ്വാതന്ത്ര്യ സമരം തുടങ്ങിയ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച ആളുകൾ ജനിച്ച മണ്ണിലേക്കാണ് ഞങ്ങൾ ഇങ്ങനെയൊരു യോഗവുമായി എത്തുന്നത്. അതുകൊണ്ട് ഇതൊരു രണ്ടാം സ്വാതന്ത്ര്യ സമരം പോലെ BJP സർക്കാരിനെതിരെ നരേന്ദ്രമോദിക്കെതിരായ ഒരു സ്വാതന്ത്ര്യ സമരം കണക്കിയുള്ള പോരാട്ടത്തിനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. അതിനുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ നടത്താൻ പോകുന്നത് എന്നവർ പറയുന്നു. പക്ഷേ അപ്പോൾ പോലും നമുക്കറിയേണ്ടത് അങ്ങനെയെങ്കിൽ ഈ ചർച്ചകളിൽ എന്ത് തരത്തിൽ മുന്നോട്ടുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലടക്കം മുന്നോട്ട് പോകാൻ കഴിയുന്ന വിധത്തിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് ഉണ്ടാവുക എന്നതുകൂടി അറിയേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ അത്തരത്തിൽ കാര്യമായ തീരുമാനങ്ങൾ ഉണ്ടായാൽ മാത്രമേ നിലവിലെ തിരിച്ചടിയിൽ നിന്നും കോൺഗ്രസിന് മുന്നോട്ട് വരാൻ കഴിയൂ. സമീപകാലത്തുണ്ടായ പല തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് പല സംസ്ഥാനങ്ങളിലും അപ്രതീക്ഷിതമായി തിരിച്ചടി ഉണ്ടായി നമ്മൾ കണ്ടതാണ്. പല സംസ്ഥാനങ്ങളിലും വിജയപ്രതീക്ഷ അവസാന നിമിഷം വരെ വെച്ചതിന് ശേഷമാണ് കോൺഗ്രസ് പെട്ടെന്ന് പുറകോട്ട് പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പുറകോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുകൊണ്ട് പാർട്ടിയിലെ നവീകരണത്തിന് സംഘടനാപരമായി പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ട സുപ്രധാനമായ തീരുമാനങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ യോഗത്തിൽ ഉയർന്നുവരും. അഹമ്മദാബാദിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.